സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ വെൽക്കം ബാക്ക് ടു അനദർ ഒരു സീരീസിന്റെ റിവ്യൂ പറയാനാണ് സുഹൃത്തുക്കളെ നമ്മൾ വന്നിരിക്കുന്നത്. മലയാളത്തിൽ ഇറങ്ങിയ C5 പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയ ഒരു സീരീസിന്റെ റിവ്യൂ ആയിട്ടാണ് സുഹൃത്തുക്കളെ നമ്മൾ വന്നിരിക്കുന്നത്. ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് എന്നാണ് ഈ സീരീസിന്റെ നെയിം. ആക്ച്വലി ഒരു ഹൊറർ കോമഡി ജോണറിൽ വരുന്ന ഒരു സീരീസ് ആണ്. ഇത് റൈറ്റ് ചെയ്തേക്കുന്നത് സുനീഷ് വരനാട് എന്ന് പറയുന്ന ആളാണ്. ഇതിന്റെ ഡയറക്ഷൻ ചെയ്തേക്കുന്നത് സൈജു എസ് ആണ്. പിന്നെ ഇതിന്റെ സ്റ്റാർ കാസ്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ശബരീഷ് ആണ് ഇതിന്റെ മെയിൻ ലീഡ് റോൾ ചെയ്യുന്നത്. പിന്നെ പിന്നെ സെന്തിൽ കൃഷ്ണ ഉണ്ട്, പിന്നെ ശ്രീജിത് രവി ഉണ്ട്. അങ്ങനെ കുറച്ചധികം ആൾക്കാർ അഭിനയിക്കുന്ന ഒരു സീരീസ് ആണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് വീണ നായർ എന്ന് പറയുന്ന ആളാണ്. പുള്ളിക്കാരത്തി ഇതിനകത്ത് ചെറിയ റോള് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എനിക്ക് പുള്ളിക്കാരത്തെ അറിയാത്തത് കൊണ്ട് ആരാ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എനിവേ വീണ നായരാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ ഒരു 7 എപ്പിസോഡ് വരുന്ന സീരീസ് ആണ്. ഇതിന്റെ 7 എപ്പിസോഡിനകത്തും ഒരു 3 പ്രാവശ്യം വെച്ചിട്ടുണ്ട്. അപ്പോൾ 7 3 21 പ്രാവശ്യം ഈ പുള്ളിക്കാരുടെ പേര് എഴുതി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെ മറന്നെന്ന് പറഞ്ഞാലും ഈ പുള്ളിക്കാരുടെ പേര് നമ്മൾ മറക്കത്തില്ല. പോലീസ് സ്റ്റേഷൻ, അവിടുത്തെ കുറച്ച് ഓഫീസേഴ്സ്, പിന്നെ അവരുടെ അടുത്തുള്ള ഒരു ബംഗ്ലാവ്, ആ ബംഗ്ലാവിലെ കുറച്ചധികം പ്രേതങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള രീതിക്ക് പറഞ്ഞു വരുത്തുന്നു. അവിടെ പ്രേതം ഉണ്ടോ, പ്രേതം ഇല്ലയോ, എങ്ങനെ ഒരു സോൾവിങ്ങിനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ഹൊറർ കോമഡി എന്ന ഒരു ലേബലിലാണ് അവർ ഈ സാധനം ഇറക്കിയിരിക്കുന്നത്. എനിവേ എനിക്ക് ഈ സാധനം ഇഷ്ടപ്പെട്ടില്ല. കാരണം സീരിയസ്ലി ഞാൻ ഇതിൻ്റെ പ്രൊമോഷൻസ്, അതായത് നമ്മൾ ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ കയറുമ്പം ഇതിൻ്റെ ഈ ക്ലിപ്പ് ബൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുമല്ലോ, ഇതിൻ്റെ ചില പ്രോമോ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുമല്ലോ. സോ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ കുറച്ചധികം എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. കാരണം ഒരു ഹൊറർ സാധനങ്ങളൊക്കെ കണ്ടപ്പം ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ ഇറങ്ങിയ ദിവസം കാണാൻ പറ്റില്ല. ബട്ട് എങ്കിൽ പോലും ഇതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ സാധനം തപ്പിപ്പിടിച്ച് കണ്ടത്. സോ കണ്ടു തുടങ്ങിയപ്പോൾ എന്താ പറയുക, ആദ്യമൊക്കെ രസമായിരുന്നു. ആദ്യമൊക്കെ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു ഇനിഷ്യൽ ചില ഷോർട്സും സീനും കണ്ടപ്പം എന്തൊക്കെയോ ഒരു ക്യൂരിയോസിറ്റി, എക്സൈറ്റ്മെൻ്റ് ഒക്കെ തോന്നി. ഇങ്ങനെ അങ്ങോട്ട് കണ്ടു വന്നപ്പോഴത്തേക്ക് ആ സാധനം പോയി. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ ഇരുന്ന് കണ്ട് തീർത്തു എന്നേ ഉള്ളൂ. ഒന്നും ഇല്ലടേ, അവർ എന്തിനാണ് ഇറക്കിയെന്നുള്ള രീതിക്ക് ആയിപ്പോയി. കാരണം അത് അങ്ങനെ നിങ്ങൾ കണ്ടു നോക്കണം. അതായത് പ്രേതമൊക്കെ മനുഷ്യരുടെ കൂടെ ജീവിക്കുന്നതേ. ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ ഉണ്ട്. യോ അതായത് മരിച്ചുപോയ ആൾക്കാരെല്ലാം പ്രേതം ജാഥയായിട്ട് ഇങ്ങ് വരും, എല്ലാവരെയും കൊല്ലാൻ. പോയവരെല്ലാം ഇങ്ങ് വരും. നോർമലി ഈ പ്രേതങ്ങളെ കൊല്ലുന്നത് പോലെ ഒന്നും അല്ല ഇതിനകത്ത് നോർമൽ മനുഷ്യരെങ്ങനെയാണ് ഒരു മനുഷ്യനെ കൊല്ലുന്നത് എന്ന് പറയുന്ന പോലെയൊക്കെ ആയിരിക്കും ഇതിനകത്ത് കൊല്ലുന്നതും കാര്യങ്ങളൊക്കെ. പിന്നെ കുറ്റസംഭവം നടത്തുന്ന വേറെ കുറെ കുറ്റവാളികൾ, പോലീസ് സ്റ്റേഷനകത്ത് കുറെ ഹോമം കർമ്മങ്ങളും കാര്യങ്ങളും. അതായത് ഈ ഹോമം ചെയ്യുന്നവരൊക്കെ തന്നെയാണ് ഈ കേസ് അന്വേഷിക്കുന്നവർക്ക് തുമ്പ് കണ്ടെത്താനുള്ള ചില ക്ലൂകളും അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങൾ. പിന്നെ ഈ പോലീസ് സ്റ്റേഷനിലെ ആൾക്കാർ എന്താ പറയുക, പ്രേതമായതുകൊണ്ടാണെന്ന് തോന്നുന്നു, അവർക്ക് മറ്റേ മന്ത്രവാദത്തിലൊക്കെ കുറച്ചധികം വിശ്വാസമുള്ള ആൾക്കാരൊക്കെയാണ്. സോ അവർ കുറെ മന്ത്രവാദങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടൊക്കെയാണ് ഈ പ്രേതം ആരാ എന്തായെന്ന കുറെ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതൊക്കെ. അങ്ങനെ കുറേയൊക്കെ എന്താ പറയുക, കുറേ സാധനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. സോ അപ്പോൾ ഇതിനകത്ത് ഒരു സബ് ഇൻസ്പെക്ടറിൻ്റെ റോളിലാണ് ശബരീഷ് വരുന്നത്. ചുമ്മാ ഇങ്ങനെ കണ്ടിരിക്കാടെ. ഹൊറർ കോമഡി എന്നൊന്നും പറയാൻ പറ്റൂല. കോമഡി ഉണ്ടോയെന്ന് ചോദിച്ചാൽ കോമഡി ഒന്നും ഞാൻ കണ്ടില്ല. ഹൊറർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ പേരിലൊരു ഹൊററുണ്ട്, അല്ലാത്ത പക്ഷം അവിടെ ഹൊററും ഞാൻ കണ്ടില്ല. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്കൊരു 7 എപ്പിസോഡ് കാണാനുള്ള സമയം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ചുമ്മാ ഇരുന്ന് കാണാം. സോ വീണ നായരാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അത് നിങ്ങൾ മറക്കില്ല ഗൈസ്. നിങ്ങൾ സീരീസ് കണ്ടാൽ നിങ്ങൾ മറക്കില്ല. വേറെ ആരൊക്കെ പേര് പറഞ്ഞാലും വീണ നായർ എന്നുള്ള പേര് നിങ്ങൾ മറക്കില്ല. സോ അതാണ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ അത്രേ ഉള്ളൂ.